പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ക്ലാസ് 5ലെ ബേസിക് സയൻസ് ചാപ്റ്റർ 8 ആണ്. ഇതിനു മുൻപുള്ള 7 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോസ് കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. ദയവായി ആ വീഡിയോസ് കൂടെ കാണുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് അകറ്റി നിർത്താം രോഗങ്ങളെ. വിവിധതരം രോഗങ്ങളെക്കുറിച്ചും അവയ്ക്കു കാരണമായ സൂക്ഷ്മജീവികളെക്കുറിച്ചും വാക്സിനേഷനെ കുറിച്ചുമാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി എന്താണ് സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസംസ് എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത ജീവികളെയാണ് സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ. നിങ്ങൾക്ക് അവയുടെ രൂപം ചിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ. ഇവയുടെ പ്രവർത്തനങ്ങളാണ് മനുഷ്യരിൽ പല രോഗങ്ങൾക്കും കാരണം. മനുഷ്യരിലും മാത്രമല്ല മൃഗങ്ങളിലും പല രോഗങ്ങൾക്കും കാരണം ഈ പറഞ്ഞ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയുടെ പ്രവർത്തനങ്ങളാണ്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ രോഗം പടരുന്നു. നമ്മൾ പകർച്ചവ്യാധികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ കയറിയ സൂക്ഷ്മജീവികൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്കുണ്ടായിരുന്ന രോഗം മറ്റൊരാളിലേക്ക് പടരുകയും ചെയ്യുന്നു. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, ഒരാൾക്ക് വന്ന അസുഖം അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമ്പോൾ അവയെ എന്ത് പറയുന്നു? പകർച്ചവ്യാധികൾ എന്ന് പറയുന്നു. ഇനി നമുക്കിവിടെ നോക്കാം വിവിധ തരത്തിൽ എങ്ങനെയാണ് രോഗങ്ങൾ പടരുന്നത് എന്ന്. വെള്ളത്തിലൂടെ പടരുന്ന രോഗങ്ങളാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. വെള്ളത്തിലൂടെ പകരുന്നവയാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. വായുവിലൂടെ പകരുന്നത് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്നിവ വായുവിലൂടെ പകരുന്നതാണ്. വിവിധ ജീവികൾ വഴി പകരുന്നതാണ് മന്ത്, മലമ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവ. ഇനി സമ്പർക്കത്തിലൂടെ പകരുന്നതാണ് ചെങ്കണ്ണ്, കുഷ്ഠം, പിന്നെ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും കേൾക്കുന്ന അസുഖം നമ്മുടെ കോവിഡ്, അതും എന്താണ്? സമ്പർക്കത്തിലൂടെ പകരുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ രോഗങ്ങളും പടരുന്നത് വിവിധ തരം മാധ്യമങ്ങളിലൂടെയാണ്. വെള്ളത്തിലൂടെ, വായുവിലൂടെ, ജീവികൾ വഴി, സമ്പർക്കത്തിലൂടെ. ഈ ജീവികൾ വഴി ഉള്ളതിൽ ശ്രദ്ധിക്കുക. എലിപ്പനി പടരുന്നത് പേരിൽ നിന്ന് തന്നെ കിട്ടും, എലിയിലൂടെയാണ്. മന്ത്, മലമ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവ പടരുന്നത് കൊതുകുകൾ വഴിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ കൊതുകു വഴിയാണ് ലഭിക്കുന്നത്, അത് ഓർത്തിരിക്കുക. ഇനി കോളറ വരുന്നത് ഈച്ച വഴിയാണ്. അതുകൂടെ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. ഇനി ജൈവാവശിഷ്ടങ്ങൾ എല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, ഒരു നായ ചത്തുകിടക്കുന്ന പിക്ചറാണ്. അതിൻ്റെ ചുറ്റും എന്തുണ്ട്? കുറെ കാക്കകൾ കൂടി ചേർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നായയുടെ അവശിഷ്ടം ഇവിടെ കാണുവാൻ സാധിക്കില്ല. അവ മണ്ണിനോട് ചേർന്നിട്ടുണ്ടാകും. ഇങ്ങനെ മണ്ണിനോട് ചേരുന്നത് എന്തിൻ്റെ പ്രവൃത്തി മൂലമാണ്? ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായിട്ടാണ് അവ ജീർണിച്ച് മണ്ണിൽ ചേരുന്നത്. ഇവയിൽ നിന്നുമാണ് സസ്യങ്ങൾക്ക് പോഷണം ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മണ്ണിൽ അലിഞ്ഞു ചേരുന്നവയിൽ നിന്ന് സസ്യങ്ങൾക്ക് പോഷണം ലഭിക്കുന്നു. അടുത്തത് എന്താണ് സൂപ്പർ ബഗ് എന്ന് നോക്കാം. കപ്പലുകളിൽ നിന്നും ഉണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. നമുക്കറിയാം, കപ്പലുകളിൽ രാജ്യാതിർത്തികൾ കടന്ന് എണ്ണ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും ധാരാളം എണ്ണ ഇവിടെ കടലിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കടലിനെ ദോഷകരമായി ബാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാക്ടീരിയയാണ് എന്ത്? സൂപ്പർ ബഗ്. ഇന്ത്യൻ വംശജനായ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ഈ ബാക്ടീരിയയെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ആനന്ദ് മോഹൻ ചക്രവർത്തി, സൂപ്പർ ബഗ്. ഇനി നമ്മൾ പറഞ്ഞു സൂക്ഷ്മജീവികളെ കുറിച്ച് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, ദോഷമായിട്ട് ബാധിക്കുന്നവയാണ് രോഗങ്ങൾ. ഇനി ഈ സൂക്ഷ്മജീവികളെ കൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗങ്ങൾ ഡെയിലി ലൈഫിലുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പാല് തൈരാകുന്നു,
അരിമാവ് പുളിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ ലവണങ്ങൾ ആക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങൾ വിഘടിച്ചു മണ്ണിൽ ചേർക്കുന്നു, വ്യവസായ രംഗത്തും ചികിത്സാ രംഗത്തും ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടെയാണ്? സൂക്ഷ്മജീവികളുടെ സഹായത്തോടു കൂടെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തരീക്ഷ നൈട്രജനെ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്ന ബാക്ടീരിയകൾ റൈസോബിയം, അസറ്റോബാക്ടർ എന്നീ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ദോഷങ്ങൾ മാത്രമല്ല ഗുണങ്ങളും ഉണ്ട് സൂക്ഷ്മജീവികളെ കുറിച്ച്, ഓർത്തിരിക്കുക. ഇനി വാക്സിനേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രതിരോധ കുത്തിവെപ്പ്. നമ്മൾക്ക് ഇതുപോലെ പകർന്ന് രോഗം കിട്ടിയാൽ ചികിത്സിക്കാം. എന്നാൽ ഈ രോഗം വരാതെ തടയുന്നത് എന്തുവഴിയാണ്? പ്രതിരോധ കുത്തിവെപ്പ്, വാക്സിനേഷൻ വഴിയാണ്. ആദ്യമായി ഇത് കണ്ടുപിടിച്ചത്, ഒരു വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും വസൂരി എന്ന മഹാമാരിയെക്കുറിച്ച് അല്ലേ? സ്മോൾ പോക്സ് എന്ന് പറയുന്നു. ഇതിനെതിരെയായിട്ടാണ് എഡ്വേർഡ് ജെന്നർ ആദ്യമായിട്ടൊരു വാക്സിൻ കണ്ടെത്തിയത്. വാക്സിനേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. ഒരു നിശ്ചിത രോഗത്തിനെതിരെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവക്കൂട്ടിനെയാണ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതല്ല, രോഗം വരാതെ തടയുന്നതിനാണ് വാക്സിനേഷൻ ചെയ്യുന്നത്. രോഗാണുക്കളെ നശിപ്പിക്കാൻ രോഗാണുക്കളെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് വാക്സിനേഷൻ്റെ തത്വം. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ രോഗാണുവിനെ തന്നെ, ആക്ടിവേഷൻ കുറഞ്ഞ രോഗാണുവിനെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ രോഗാണുവിനെതിരെ എന്തുണ്ടാകുന്നു? ആൻറ്റിബോഡി. പിന്നെ ഭാവിയിൽ ഇതുപോലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ അതിനെതിരെ നമ്മുടെ ബോഡിയിൽ മുൻപേ ഉണ്ടായിട്ടുള്ള ആൻറ്റിബോഡി പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് വാക്സിനേഷൻ ഫലപ്രദമായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ അതേ രോഗാണുക്കളെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് എന്ത്? വാക്സിനേഷൻ്റെ തത്വം. ഇനി ടെറ്റനസ് ടോക്സോയിഡ്, ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല. നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി എടുക്കാൻ പോകും അല്ലേ? അപ്പോൾ ഈ ടെറ്റനസ് ടോക്സോയിഡ് എന്താണ്? ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ്. റാബീസ് വാക്സിൻ, പേവിഷബാധയ്ക്ക് എതിരെയുള്ള വാക്സിനാണ്. റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ്. ദെൻ സാൽക്ക് വാക്സിൻ, നമുക്കറിയാം പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്, അത് കണ്ടുപിടിച്ചതാരാണ്? സാൽക്ക് ആണ്. ദെൻ BCG, ക്ഷയത്തിനെതിരെയുള്ള വാക്സിനാണ് BCG, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി പറയാൻ പോകുന്നത് നമ്മൾ പിന്തുടരേണ്ട ശുചിത്വ ശീലങ്ങളെ കുറിച്ചാണ്. കാരണം ശുചിത്വം ഉണ്ടെങ്കിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ രോഗങ്ങളിൽ നിന്നും നമുക്ക് അകന്ന് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഭക്ഷണത്തിന് മുൻപും പിൻപും കൈ കഴുകുക, നഖം ക്ലിയറായി മുറിക്കുക, ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വയ്ക്കുക, പല്ല് തേക്കുക കൃത്യമായി, അഴുക്കുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, വഴിവക്കിൽ തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക, ടോയ്ലറ്റിൽ പോയ ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈകാലുകൾ വൃത്തിയാക്കുക, പഴങ്ങൾ കഴുകാതെ ഭക്ഷിക്കാതിരിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ COVID-19 പടരുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ശുചിത്വത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുമാത്രമാണ് നമ്മൾക്ക് രോഗങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുവാനുള്ള ഏക പ്രതിവിധി. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യം പറഞ്ഞത് എന്താണ്? സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. ഉദാഹരണം ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഇനി പകർച്ചവ്യാധികൾ എന്താണെന്ന് പറഞ്ഞു. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധികൾ. അവ പകരുന്ന വ്യത്യസ്ത തരമായ രീതികൾ നമ്മൾ പറഞ്ഞു. ജലത്തിലൂടെ, വായുവിലൂടെ, ജീവികളിലൂടെ, സമ്പർക്കത്തിലൂടെ. ഉദാഹരണങ്ങൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് വിഘാടകരെ കുറിച്ചാണ്. നമ്മൾ പഠിച്ച സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, ഫംഗസ് എന്നിവ വിഘാടകരായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മരിച്ച ശരീരങ്ങളിൽ, ജീവികളിൽ, ജന്തുക്കളിൽ ഇവ പ്രവർത്തിച്ച് മണ്ണിൽ ലയിക്കാൻ സഹായിക്കുന്നത് ഈ വിഘാടകർ ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് സൂക്ഷ്മജീവികളുടെ ഉപയോഗങ്ങളാണ്. ധാരാളം ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. അരിമാവ് പുളിക്കുന്നത് പോലെയുള്ള ഉദാഹരണങ്ങൾ. പിന്നെ സൂപ്പർ ബഗ് എന്താണെന്ന് പറഞ്ഞു. കടലിൽ എണ്ണ കലങ്ങുമ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ബാക്ടീരിയയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സൂപ്പർ ബഗ്. കണ്ടെത്തിയത് ഇന്ത്യൻ വംശജനായ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണെന്ന് പറഞ്ഞു. ദെൻ പ്രതിരോധ കുത്തിവെപ്പ്, വാക്സിനേഷൻ എന്താണെന്ന് പറഞ്ഞു. എഡ്വേർഡ് ജെന്നർ ആണ് വാക്സിനേഷൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ അവസാനമായിട്ട് പറഞ്ഞത്
ശുചിത്വ ശീലങ്ങൾ. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. വീഡിയോസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക്